ഹലോ, വെൽക്കം ടു മിന്നൂസ് കെ സ്മൈലി വ്ളോഗ്. എല്ലാവരും സുഖമാണോ? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം ഞാൻ ഒരു 6 മണിയായപ്പോൾ വന്നേ. 6 മണി ഒരു 6:30 ആയപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ ഞാൻ എന്നാ അറിയോ, തിരിച്ച് ഞാൻ പോയി എൻ്റെ കുക്കുവിനെ ഞാൻ ബോർഡിങ് വിട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് തോന്നുന്നത് അവിടെ വേറെ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ആ പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ മിസ് ചെയ്യുന്ന പോലെ. ആകെ ഒരു 2 ദിവസമേ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അവളെ കുട്ടികൾ വന്ന് ഒരു 1 അവറോളം അവൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ അവളുടെ സൗണ്ട് എനിക്ക് താഴെ വരെ കേൾക്കായിരുന്നു. കാരണം അവൾക്ക് ഒറ്റയ്ക്കായിട്ട് അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത് കണ്ടോ, പിന്നെ കുക്കൂസെ ഞാൻ കാണിച്ചു തരാട്ടോ. ಏನಿಪ್ಪ ಅಳ್ತಾ ಇದೆಯಾ? ಎಂದಿನ ಕುഞ്ഞു കരയുന്നേ? ಏನಾಯ್ತಪ್ಪೇ? ಮತ್ತು ಗುಡ್ ಗೇಳ ಕುಕ್ಕಾಚಿ, ಗುಡ್ ಗೇಳ ಕುಕ್ಕ അതെയോ നമ്മുടെ കുട്ട, ഗുഡ് ഗേളാണോ നീ? അപ്പം ഞാൻ രാവിലെ ഓടി വന്നു. ഇന്നലെ വന്നപ്പോഴത്തേക്ക് എന്നാണെന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ആയേ. എന്താ പായസമൊക്കെ ഞാൻ ഒത്തിരി കുടിച്ചു കേട്ടോ. വഴിക്കും എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ആയിട്ട് എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ. എന്നിട്ട് ഞാൻ പകുതി വഴിക്ക് ബസ് ഇറങ്ങി. അവിടുന്ന് ഞാൻ ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇന്ന് രാവിലെ മുതൽ ഞാൻ ഓക്കെ ആയി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കർത്താവേ, എനിക്ക് വല്ല ഡീഹൈഡ്രേഷൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇനി IV ഫ്ലൂയിഡൊക്കെ തന്ന ദൈവമേ, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നാ ചെയ്യും എന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. ഇപ്പം ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, റാഗി ദോശ ഉണ്ടാക്കി. എന്നറിയോ, മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ എടുത്ത് കഴിച്ചു. ലൂസ് മോഷൻ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നും വിചാരിച്ച് ഞാൻ കഴിച്ചു. പക്ഷേ എനിക്കൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് ചാറും പിന്നെ ഞാനൊരു മുട്ടയും പൊരിച്ചു. ഇത്ര ഉള്ളു രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യാൻ? എനിക്കത് മതി കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ ആ കറി ഈ കറി ഒന്നും വേണമെന്നില്ല, നിർബന്ധമില്ല അത്ര. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ കേട്ടോ. വരും. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, റാഗി ദോശ. ഇതിനകത്ത് എന്നാന്നറിയോ, റാഗി ദോശയുടെ കൂടെ ഞാൻ കുറച്ച് ഉള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഉള്ളി, പച്ചമുളക്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് എല്ലാം ഇട്ടിട്ടാണ് ഞാൻ ദോശയാക്കിയത്. നല്ല ടേസ്റ്റ് കണ്ടോ, വെരി തിന്ന്. ഇത് കണ്ടോ, നല്ല തിന്നായിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് എൻ്റെ മീൻ ചാറ്. ഇത് കണ്ടോ, ഇതെൻ്റെ മുട്ട പൊരിച്ചത്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഓട്സൊന്നും തിന്നാനുള്ള കപ്പാസിറ്റി ഇല്ല, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ പോയപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇടാം കേട്ടോ. എന്തെന്ന് വെച്ചാൽ കുറേ പണിയൊക്കെ ഉണ്ട്. കാരണം അത് ഭയങ്കര നോയ്സ് അല്ലേ. ആ നോയ്സ് ഉള്ളപ്പോൾ നിങ്ങൾക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുമായിരിക്കും. അതുകൊണ്ട് അപ്പം ഇന്നെൻ്റെ വീഡിയോ കുറച്ചേ ഉള്ളൂ. നിങ്ങളോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഉറങ്ങണം, ഭയങ്കര ടയേർഡാണ്. കാരണം അവിടെ 3-4 ദിവസമായിട്ട് ഭയങ്കര പണി. നമുക്കുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോഴല്ലോ പണിയൊക്കെ നമുക്കധികം പണിയില്ല പെണ്ണുങ്ങൾക്കല്ലേ. പക്ഷെ ഇവിടെ ഇതിട്ടില്ല. പക്ഷെ ഇവിടെ എന്നാണെന്നറിയുമോ, ഇവിടെ ഈ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് ഭയങ്കര പണിയാണ്. പൂജ സാമാനമൊക്കെ അയ്യോ, അവർക്ക് എന്തൊക്കെയാണെന്നറിയോ, പൂവിന് തന്നെ കൊടുക്കണം ഭയങ്കര പൈസ. അതൊക്കെ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ കാണിച്ച അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം കേട്ടോ. നമുക്ക് ഭയങ്കര പണിയായിരിക്കും. ഇവിടെ ആണുങ്ങൾക്ക് പണി കുറവാണ്, പെണ്ണുങ്ങൾക്കാണ്. അവിടുത്തെ ഈ കർണാടകയിലൊക്കെ ഏറ്റവും കൂടുതൽ ലേഡീസിനാണ് പണികൾ മുഴുവൻ. അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.